എനിക്ക് മെയിനായിട്ട് എന്നാന്ന് ചോദിച്ചാൽ എന്റെ ഉപ്പൂറ്റിയുടെ വേദന സഹിക്കാൻ പറ്റാതെ പറയാൻ പറ്റത്തില്ല അത്. ഞാൻ ഒത്തി ഒത്തിയാ നടന്നു വന്നത്. അപ്പൊ എന്നോട് ആൾക്കാർ ചോദിക്കുന്നത് വികലാംഗയാണോന്ന്, കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് നന്നാ ഓടി നടക്കാം. ശരീരത്തിന് ഭാരമില്ല. എനിക്ക് ഇറുകിയ ചുരിദാറുകളൊക്കെ എടുത്തു വെച്ചെല്ലാം ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നെ കണ്ട ആൾക്കാരെല്ലാം പറയുന്നുണ്ട് നിനക്ക് ഒത്തിരി മാറ്റമുണ്ട്. അതുപോലെ മെയിനായിട്ട് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഫേസ്, ആ എക്സസൈസ് നല്ലൊരു എക്സസൈസാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാ അത് എനിക്ക് ഇച്ചിരി കൂടെ ഇരുമയുള്ള ഒരു കളറും കൂടെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ എക്സസൈസും ചെയ്ത് നമ്മൾ ഈ ഫേസിലോട്ടുള്ള എക്സസൈസും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മുഖത്തിന് തന്നെ ഒരു പ്രകാശം വരാൻ തുടങ്ങി. ശാരീരിക പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ടിന് വേദന നന്നാ ഉണ്ടായിരുന്നു. കാലിന്റെ ഇടത്ത് മുട്ടിന് നല്ല നീരായിരുന്നു. പിന്നെ കാലിന്റെ ഉപ്പൂറ്റി രണ്ടും കുത്താൻ പാടില്ലായിരുന്നു. അതുപോലെ വേദനയായിരുന്നു. കട്ടിലിലൊക്കെ എഴുന്നേറ്റിരുന്ന് കുറെ നേരം തിരുമ്മി കാല് ചൂട് പിടിപ്പിച്ചതിന് ശേഷം അത് തറയെ കുത്താൻ പറ്റുള്ളായിരുന്നു. അപ്പൊ എനിക്ക് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എന്റെ മുട്ടിന് വേദനയും കുറഞ്ഞു, കാലിന്റെ ഉപ്പൂറ്റി വേദനയും കുറഞ്ഞു. എനിക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോ മൂത്രസഞ്ചി താഴ്ന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു നന്നായി എക്സസൈസ് ചെയ്താൽ മതി, അന്നേരം നോർമൽ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇതിൽ വന്ന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പം അതെനിക്ക് നോർമലായി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമലായി, ഇപ്പൊ കുഴപ്പമില്ല, കണ്ടിന്യൂ മുമ്പോട്ട് പോയിക്കോളാൻ പറഞ്ഞു.